അവൾ അരുന്ധതി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അരുന്ധതിയുടെ അടുത്ത് പോകുന്ന ചിത്രഗുപ്തൻ അരുന്ധതിയോട് എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന അരുന്ധതി ഓരോന്നും പറഞ്ഞ് ഗുപ്തനെ ഒഴിവാക്കാൻ നോക്കുന്നത് കാണുന്ന ഗുപ്തൻ മോതിരം ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ലോകത്ത് പോകാൻ കഴിയാത്തതിന്റെ ദുഃഖം പറയുകയാണ്. അത് കേൾക്കുന്ന അരുന്ധതി എന്റെ ചടങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് ഇവർ എന്തിനാണ് ധൃതി കൂട്ടുന്നതെന്നോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ എന്നോ അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് ഇത്രയും വെപ്രാളം കാണിക്കുന്നത് എന്തിനാണെന്നൊക്കെ അരുന്ധതി മനസ്സിലാവാത്ത രീതിയിൽ പറയുന്നത് കേൾക്കുന്ന ഗുപ്തൻ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുമ്പോൾ അരുന്ധതി കാര്യം ഗുപ്തനോട് പറയുകയാണ്. അമ്മാവനും അമ്മായി അദ്ദേഹത്തിനെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഗുപ്തൻ നിന്റെ ഭർത്താവിന് രണ്ടാം വിവാഹത്തിന് യോഗമുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അരുന്ധതി എന്റെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് ആരെയും വിവാഹം കഴിക്കില്ല എന്നും എന്നെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കില്ല എന്നും മഹേശ്വരി എങ്ങാനും അദ്ദേഹം വിവാഹം കഴിക്കുമോ എന്നൊക്കെ ഗുപ്തനോട് ചോദിക്കുമ്പോൾ ആ കാര്യം കേൾക്കുന്ന ഗുപ്തൻ നിന്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ കാര്യം നിന്നോട് പറയണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അരുന്ധതി കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ന് എന്റെ മോതിരം എനിക്ക് കിട്ടുമോ അന്ന് ഞാൻ എല്ലാം പറയാമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അരുന്ധതി എന്ത് കാര്യം പറഞ്ഞാലും ഒരു മോതിരത്തിന്റെ കാര്യം പറയും എന്ന് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കുന്ന ഗുപ്തൻ എന്റെ മോതിരം ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് ഗുപ്തൻ പറയുന്നത് കേട്ട് അരുന്ധതി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അരുന്ധതിയെ നോക്കി ഗുപ്തൻ നീയാണ് എന്റെ മോതിരം എടുത്തതെന്ന് എനിക്കറിയാം, പക്ഷേ ആ മോതിരം എവിടെയാണുള്ളതെന്ന് മാത്രം എനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഗുപ്തനെ നോക്കി അരുന്ധതി ഇങ്ങനെ ചുമ്മാതിരിക്കാതെ പോയി മോതിരം കണ്ടുപിടിക്കാനോ അതുണ്ടെങ്കിലേ പവേഴ്സ് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഗുപ്തൻ നിന്റെ കൂട്ടുകാരിയുടെ സ്വഭാവം മനസ്സിലായ നീ എന്തുകൊണ്ട് അവൾക്കെതിരെ തീരുമാനം എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ആ കാര്യം കേൾക്കുന്ന അരുന്ധതി മഹേശ്വരിയുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ആലോചിച്ച് കരയുകയാണ്. എന്നിട്ട് മഹേശ്വരി എന്റെ ഫ്രണ്ടാണ് ഗുപ്ത്, മഹേശ്വരി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല, മഹേശ്വരി ഇങ്ങനെ ആവാൻ കാരണം ഞാനാണ്. അന്ന് പെണ്ണ് കാണാൻ വന്ന സമയം ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് മഹേശ്വരിയുടെ അഭിപ്രായം ചോദിച്ചതാണ്. അപ്പോൾ മഹേശ്വരി ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനും ഓക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് കരയുകയാണ് അരുന്ധതി. കുറച്ചു ദിവസം കഴിയുമ്പോൾ മഹേശ്വരിയുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് അരുന്ധതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന ഗുപ്തൻ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്, ആ രണ്ടുപേരുടെ സ്വഭാവത്തിലും ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ചെറിയമ്മ പാർവതിയുടെ അച്ഛനെ പാർവതി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ കാര്യം ചെറിയമ്മയുടെ ആനിയെ പാർവതി വിളിച്ചു പറയുന്നു. അച്ഛന് പാർവതി കാണണമെന്നും പറഞ്ഞു എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന പാർവതി അച്ഛനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അയാൾ പാർവതിയുടെ അച്ഛന് ഫോൺ കൊടുക്കുമ്പോൾ അച്ഛൻ ചുമക്കുന്നത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാർവതി. എന്നിട്ട് പാർവതി അച്ഛന് മരുന്ന് കൊടുക്കണമെന്നും സമയം കിട്ടുമ്പോൾ വരാമെന്നും പറഞ്ഞ് പാർവതി ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് ചെറിയമ്മ അനിയനോട് പാർവതി പൊന്മിട്ടയിടുന്ന താറാവാണെന്നും അയാളുടെ ശ്വാസം നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരാമെന്നും അനിയനോട് പറയുകയാണ് ചെറിയമ്മ. എന്നിട്ട് ചെറിയമ്മ നീ എപ്പോഴും പാർവതിയെയും സാറിനെയും ശ്രദ്ധിക്കണമെന്ന് ചെറിയമ്മ പറയുന്നത് കേട്ട് അനിയൻ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് മഹേശ്വരി ലീലയും കൂടി എടുത്തു വെക്കുകയാണ്. മഹേശ്വരി ഭയങ്കര സന്തോഷത്തിലാണ്. മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും മഹേന്ദ്രന് വേണ്ടി മഹേശ്വരി വിവാഹം ആലോചിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന മഹേശ്വരി നാണത്തോടെ നിൽക്കുന്നത് കാണുന്ന ലീല മഹേശ്വരി ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. ശേഷം മഹേശ്വരി എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നു. എല്ലാവരും മഹേശ്വരിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. മഹേന്ദ്ര വരുമ്പോൾ മഹേന്ദ്രന്റെ പുറകിൽ കൂടി പാർവതിയും വരുന്നു. അവർ രണ്ടുപേരും വരുന്നത് കാണുന്ന ലീല അവർ രണ്ടുപേരും നല്ല ജോഡിയെന്ന് പറയുകയാണ്. തുടർന്ന് മഹേന്ദ്രന്റെ അമ്മ പാർവതിയോടും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ പാർവതി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേശ്വരി. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.